Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Building Catholic Men. ബിൽഡിംഗ് കാത്തലിക് മെൻ എന്നുള്ളത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള കാത്തലിക് മെയിൽസിന് വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ്. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ആൺപിള്ളേരെ എല്ലാ രീതിയിലും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, അവരെ ഒന്ന് വളർത്തിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഞാൻ തുടങ്ങിയതാണ്. നമുക്കൊരു വാട്സാപ്പ് ചാനലുണ്ട്. ചാനൽ ജോയിൻ ചെയ്യാത്തവർ ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കാത്തലിക് യൂത്ത് കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 99.99% യൂത്തിൻ്റെയും പ്രശ്നം ഒരൊറ്റൊരു പ്രശ്നമേ ഉള്ളൂ, സാമ്പത്തികമാണ്. ബാക്കിയൊക്കെ ഏകദേശമൊക്കെ അവർ വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജോലിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, അവിടെ നിന്ന് തുടങ്ങുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും. വിവാഹം നടക്കുന്നില്ല, നല്ല ജോലി ഇല്ലാത്തതുകൊണ്ട് വിവാഹം നടന്നു കഴിഞ്ഞാലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ഭയമുള്ള ആളുകൾ, കൂടുതൽ മക്കളെ സ്വീകരിക്കാത്ത ആളുകൾ, ഇങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇതിലൂടെ എല്ലാം കടന്നു പോയ വ്യക്തിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ ഐ ആം ഹാപ്പി എന്നുള്ളതാണ്. നമുക്ക് ABCDയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏത് കാര്യവും, ഒരു ഭൗതിക കാര്യമായിക്കൊള്ളട്ടെ, സ്പിരിച്വൽ കാര്യമായിക്കൊള്ളട്ടെ, നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമുക്ക് വേണ്ടത് ഒരുപാട് കാര്യം ഒരു ദിവസം ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. ഒരു വ്യക്തി വണ്ണം കുറക്കണം എന്ന ആഗ്രഹത്തിന് പുറത്ത്, ഞാനും ജിമ്മിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, വണ്ണം കുറക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ജിമ്മിന് പോവാണ്. എന്നിട്ട് ആദ്യത്തെ ദിവസം, ഒരു ദിവസം മുഴുവനും പോയി എന്ന് വിചാരിക്കുക ആവേശത്തിൽ, പിന്നീട് ഒരാഴ്ച പോകുന്നില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് നമ്മൾ ആത്മീയമായ കാര്യമായിക്കൊള്ളട്ടെ, ഭൗതികമായ കാര്യമായിക്കൊള്ളട്ടെ, നമ്മളിത് ഒരു ദിവസം കുറേ പ്രാർത്ഥിച്ചു, പിന്നീടുള്ള ദിവസങ്ങൾ ഒട്ടും പ്രാർത്ഥിക്കുന്നില്ല എന്നതുകൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല. ഇതുകൊണ്ട് ഈശോ പറയുന്നത്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് വേണ്ടത്. അതൊരു പക്ഷേ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അത് വിജയത്തിൽ എത്തിയെന്ന് കാണണമെന്നില്ല. അതായത് ഒരു വർഷം നിങ്ങൾ തീരുമാനിക്കുകയാണ്, എനിക്കൊരു 50,000 രൂപ ഈ വർഷം എനിക്കൊന്ന് സേവ് ചെയ്യണം. കയ്യിൽ കാശ് നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് 50,000 രൂപ എനിക്ക് ഒരു വർഷം സേവ് ചെയ്യണം. അപ്പോൾ 50,000 എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വലിയ എമൗണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ നിങ്ങൾ ഒരു ദിവസം ഒരു ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് നമ്മൾ സേവിങ്സിലോട്ട് ഇടുകയാണെങ്കിൽ അതൊരു വർഷമാകുമ്പോൾ വലിയ എമൗണ്ടായിട്ട് മാറും. ഒരു ദിവസം 3 ലെപ്പട്ടെ ഒരു ജപമാല ഒരു ദിവസം ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ ജപമാല ചൊല്ലി ശീലമില്ല. ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ശീലമില്ലാത്തവർ കുത്തിയിരുന്നാൽ ചിലപ്പോൾ ജപമാല ചൊല്ലാൻ പറ്റണമെന്നില്ല. 10 മണിയായിട്ട്, രാവിലെ 10 മണി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു 10 മണി, ജോലിക്ക് പോകുമ്പം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 10 മണി, ലഞ്ച് കഴിഞ്ഞാൽ ഒരു 10 മണി, രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു 10 മണി, നിങ്ങളൊരു കൊന്ത കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു കാര്യം നമുക്ക് ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ നമ്മളിത് വലിയ പ്ലാനോടുകൂടെ, വലിയ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ഒരൊറ്റ ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ ഏത് കാര്യവും നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, എളുപ്പം സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കൺസിസ്റ്റൻസി നമുക്ക് വേണമെങ്കിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡിസിപ്ലിൻ എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരൊറ്റ വ്യക്തിയും ജീവിതത്തിൽ ഒരു മേഖലയിലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഡിസിപ്ലിൻ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര മണിക്ക് ഉറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് പ്രായപൂർത്തിയായിട്ടുള്ള നമ്മൾ തന്നെയാണ്. പണ്ട് മാതാപിതാക്കളായിരുന്നു, ഇന്ന് ആ കാലം കഴിഞ്ഞു. നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര മണിക്ക് രാത്രി ഉറങ്ങണം എന്നുള്ളത്. നമ്മളെ നാളത്തെ ദിവസം എന്ന് പറയുന്നത്, വിജയിക്കുന്നത്
തലേ ദിവസം രാത്രി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. തലേ ദിവസം രാത്രി ഫോൺ നോക്കി, റീൽസ് നോക്കി, പാതിരാത്രി 12, 1 മണി, 2 മണി വരെ നോക്കി ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നല്ല ക്ഷീണത്തോടു കൂടിയായിരിക്കും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകാനും പറ്റത്തില്ല. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും അനുഭവപ്പെടും. നിങ്ങൾക്ക് ക്ഷീണമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പുറത്തോട്ട് എടുക്കാനും പറ്റത്തില്ല. ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. പലരും എന്നെ വിളിച്ച് പറയുന്നത്, ചേട്ടാ സമയമില്ല പ്രാർത്ഥിക്കാൻ. സമയമില്ല. സമയം നമുക്ക് എല്ലാത്തിനും ഉണ്ട്. അമേരിക്കൻ പ്രസിഡൻറ്റിന് പോലും പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. നമുക്ക് സമയമില്ലെന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നമ്മുടെ സമയം ലഭിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചില സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ നമ്മൾ പറയും, എടാ സമയമില്ല വിളിക്കാൻ, തിരക്കാണ്. പക്ഷെ നമുക്ക് വേറെ ചിലരെ വിളിക്കാൻ നമുക്ക് സമയമുണ്ട്. പ്രയോറിറ്റി. കാരണം നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇവനെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അവനെ വിളിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും. അതുകൊണ്ട് അവൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും, ഇവൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. എക്സ്ക്യൂസ് എന്താ? പ്രയോറിറ്റി. പ്രാർത്ഥന ഇതുപോലെ തന്നെയാണ്. ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു കൃത്യനിഷ്ഠ നമുക്ക് നമ്മളെപ്പറ്റി എഴുതി ഉണ്ടാക്കുന്ന ടൈം ടേബിളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ മൈൻഡിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് 7 മണിക്ക്, ആ 7 മണി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എവിടെയായിരിക്കണം, ഞാൻ എന്തായിരിക്കണം എന്ന് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തിരിക്കണം. 8 മണിക്ക് എന്ത് ചെയ്തിരിക്കുന്ന സമയത്ത് ആ 8 മണിക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം. പഠിക്കേണ്ട സമയത്ത് കളിക്കരുത്, കളിക്കേണ്ട സമയത്ത് പഠിക്കരുത്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കരുത്. എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഇതാണ് തുടക്കത്തിൽ എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള കാത്തലിക് മെയിൽ യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്. വി ആർ കോൾഡ് ഫോർ ഗ്രേറ്റ്നെസ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ്. സോ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസിപ്ലിൻ പ്ലസ് കൺസിസ്റ്റൻസി. ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും ഒരു കാര്യത്തിൽ നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കോ, ഇന്ന് ഒരു കൊന്ത ചൊല്ലാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങൾ ഒരു ദിവസം 4 കൊന്ത ചൊല്ലും. രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ മടിയുള്ള നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. ആത്മീയ ജീവിതം ക്രമമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലും ഇത് പ്രതിഫലിക്കും. ഇനി നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ വീണ് പോകുന്നുണ്ടെങ്കിൽ, പുരോഗതി ഇല്ലെങ്കിൽ, അതിന് അർത്ഥം നിങ്ങളുടെ ആത്മീയ ജീവിതം ഡൗൺ ആണ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഇത് 3 ചേർന്നാണ് നമ്മൾ എന്താ പറയുക, സോളും സ്പിരിറ്റും 2ആണെന്നാണ് പറയുന്നത്. അപ്പം ഇത് 3 ക്ലിയറായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങണമെങ്കിൽ ഈ സ്പിരിറ്റിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ തുടങ്ങണം. അപ്പോഴാണ് നമ്മുടെ ഭൗതിക കാര്യങ്ങളും കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളോ ഹെൽപ്പോ വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫെഷനോ മറ്റേ ഏത് രീതിയിലുള്ള ഹെൽപ്പോ എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ ഞാനത് എൻ്റെ സമയം പോലെ ഞാൻ മറുപടി തരുന്നതായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ നിർത്താം. പ്രാർത്ഥനയോടെ തുടങ്ങാം, മറന്നുപോയി. പ്രാർത്ഥനയോടെ നമുക്ക് നിർത്താം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയരിബൂസ് എർ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസൂസ് സാങ്താ മരിയ മാതർ ദൈ ഓരാ പ്രൊനോബിസ് പെക്കാറ്റോരിബൂസ് നുങ്കിയത്തിനോര മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവ ക്രിസ്റ്റോറെ.